ഹലോ സ്റ്റുഡൻസ്, +1 പബ്ലിക് എക്സാമിനേഷൻ ഒരുക്കമായി മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. അതിലാദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓപ്പൺ ഇൻ്റർവൽ -2 3 ഇൻ സെറ്റ് ബിൽഡർ ഫോം. Also write a total number of integers in the set. ഓപ്പൺ ഇൻ്റർവൽ -2 3 സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഈ സെറ്റിലെ ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റിലെ ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഒരു നമ്പർ ലൈൻ വരച്ചിരിക്കുന്നു, അതിൽ -2 3 മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനിടയിലുള്ള ഇൻറ്റിജേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇൻറ്റിജേഴ്സ് നമുക്ക് കിട്ടുക -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. -2നും 3ക്കും ഇടയിലുള്ള ഇൻറ്റിജേഴ്സാണ്. സോ -1 0 1 2 ഇത്രയും ഇൻറ്റിജേഴ്സാണ് വരിക. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സെറ്റ് ഹാസ് 5 elements. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഓൾസോ ഫൈൻഡ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് 3 elements. ഒരു സെറ്റിൽ 5 എലമെൻ്റ് ഉണ്ട് എങ്കിൽ ആ സെറ്റിൽ നിന്നും എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാം. നമുക്കറിയാം 2n എന്നുള്ളതാണ് സബ്സെറ്റുകൾ, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുള്ള ഫോം. സോ ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2^5 = 32 എന്ന് കിട്ടും. പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ആ സെറ്റിൽ 3 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാം എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു സെറ്റ് അതിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്, ആ സെറ്റിൽ നിന്നും 3 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ടോട്ടൽ ആ സെറ്റിൽ 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 3 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5c3 ആണ്. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5c3 ആണ്. നിങ്ങൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. 5ൽ നിന്നും 3 എണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് 5c3 എന്നുള്ള രീതിയിലാണ്. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5c3 ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് 2 എലമെൻറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഹാവിങ് 2 എലമെൻറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ 5c2 കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ 5c3യുടെ ആൻസർ ഇവിടെ 10 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ സെറ്റ് ഹാസ് 63 പ്രോപ്പർ സബ്സെറ്റ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. സെറ്റിൽ 63 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണിക്കുക. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റാണ്. ഇപ്പോൾ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കാണാൻ ഉള്ള ഫോം എന്ന് പറയുന്നത് 2n - 1 ആണ്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n - 1 ആണ്. അത് 63 തന്നിട്ടുണ്ട്. സോ 2n - 1 = 63 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് n കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2n = 63 + 1 എന്ന് എഴുതാം. സോ 2n = 64 എന്ന് കിട്ടും. 2n = 64നെ നമുക്ക് 2⁶ എന്ന് എഴുതാം. സോ 2n = 2⁶ എന്ന് കിട്ടും. സോ therefore n = 6 എന്ന് കിട്ടും. സോ ആ സെറ്റിൽ 6 എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോം 2n - 1 ആണ് എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, a = സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ, 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7/2. റൈറ്റ് a ഇൻ റോസ്റ്റർ ഫോം. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 1/2നും 7/2നും ഇടയിലാണ്. 1/2ന് നമുക്ക് 1/2 എന്ന് പറയുന്നത് 0.5 ആണ്, 7/2 എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പോൾ അതിനെ നമുക്ക് നമ്പർ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ 0.5 3.5. അപ്പോൾ അതിനിടയിലുള്ള ഇൻറ്റിജേഴ്സാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലുള്ള ഇൻറ്റിജേഴ്സാണ് എക്സ്. അപ്പോൾ 0.5നും 3.5നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ 1 വരും, 2 വരും, 3 വരും. സോ അത്രയുമാണ് എ എന്ന് പറയുന്ന സെറ്റ്. സോ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആണ് എ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് 10, ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. ഒരു സെറ്റിൽ 2 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഒരു സെറ്റിൽ നിന്ന് ഫോം ചെയ്യാവുന്ന 2 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. എങ്കിൽ ആ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ആണെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഫോം ചെയ്യാവുന്ന 2 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഫോം തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. nc2 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് n ആണെങ്കിൽ അതിൽ നിന്ന് ഫോം ചെയ്യാവുന്ന 2 എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് nc2 ആയിരിക്കും. nc2
സോ അത് 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ NC2 ഈക്വൽ ടു 10 എന്ന് എടുക്കാം. സോ NC2 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 10. സോ ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 10. സോ n മൈനസ് 2 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 10 ഇൻറ്റു 2 ദാറ്റ് ഈസ് 20 എന്ന് കിട്ടും. സോ n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 20 എന്ന് കിട്ടും. സോ അത് ദാറ്റ് ഈസ് n സ്ക്വയർ മൈനസ് n മൈനസ് 20 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതായത് പ്രോഡക്റ്റ് മൈനസ് 20യും സമ്മ് മൈനസ് 1ഉം വരുന്ന നമ്പേഴ്സ്, പ്രോഡക്റ്റ് മൈനസ് 20യും സമ്മ് മൈനസ് 1ഉം വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് മൈനസ് 5ഉം 4ഉം ആണ്. സോ അതിനെ നമുക്ക് n മൈനസ് 5 ഇൻറ്റു n പ്ലസ് 4 എന്ന് എഴുതാം ഈക്വൽ ടു 0. സോ n ഈക്വൽ ടു 5 അല്ലെങ്കിൽ n ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. പക്ഷേ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റാണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ n എന്ന് പറയുന്നത് 5 ആകാനേ ചാൻസ് ഉള്ളൂ. n ഒരിക്കലും മൈനസ് 4 ആകത്തില്ല. സോ n ഈക്വൽ ടു 5 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. a ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 12. അപ്പോൾ a എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്, ഡിവൈഡ്സ് 12. b എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. സോ എയും ബിയും സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എയും ബിയെയും റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ a യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എ ആണെന്നൂടെ വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും റോസ്റ്റർ ഫോം പറയാം. എ എന്ന് പറയുന്നത് കണ്ടീഷൻ പറയുന്നുണ്ട്, എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറാണ്, ഡിവൈഡ്സ് 12. സോ 12നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3, 4, 6, 12 ആണ്. സോ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4, 6, 12 ആണ്. ഇനി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. സോ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. സോ പ്രോഡക്റ്റ് 6ഉം സമ്മ് മൈനസ് 5ഉം വരുന്ന നമ്പേഴ്സ് അത് മൈനസ് 3ഉം മൈനസ് 2ഉം ആണ്. സോ നമുക്കതിന് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 3, 2 എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ട് സൊല്യൂഷനാണ് ആ ഇക്വേഷൻ ഉള്ളത്, 3ഉം 2ഉം. ആ സൊല്യൂഷനാണ് നമ്മുടെ സെറ്റ് ബി. സോ ബി ഈക്വൽ ടു സെറ്റ് 3, 2 എന്ന് എഴുതാം. ഇനി അടുത്തൊരു വെരിഫിക്കേഷൻ കൂടെ ഉണ്ടായിരുന്നു, എ യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എ എന്നുള്ള വെരിഫിക്കേഷൻ കൂടെ ഉണ്ട്. പ്രൂവ്ഡ് ചെയ്യണം, അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Draw the Venn diagram of A union B complement and B minus A. ഈ രണ്ടിൻ്റെയും വെൻ ഡയഗ്രം വരയ്ക്കുക. വെൻ ഡയഗ്രം വരയ്ക്കാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രം വരച്ച് ഫസ്റ്റ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, എയും ബിയും. എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എയ്ക്കും ബിക്കും പുറത്തുള്ള ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, അത് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അടുത്ത സെറ്റ് ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ ഉണ്ട്, എയിലില്ല. ബിയിലുള്ളതും എയിലില്ലാത്തതുമായ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. സോ രണ്ടിടത്തും നിങ്ങൾ യൂണിവേഴ്സ് സെറ്റ് മാർക്ക് ചെയ്യണം. ഇവിടെ ഞാനത് യൂണിവേഴ്സ് സെറ്റ് എഴുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളവിടെ യൂണിവേഴ്സ് സെറ്റ് കൂടെ മാർക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു ചോദ്യം വരാം. അടുത്ത, ഇഫ് എ ഈക്വൽ ടു 5, എ എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണെങ്കിൽ എയുടെ സബ്സെറ്റുകൾ എഴുതുക. അപ്പോൾ എം ടി സെറ്റിന് ഒരൊറ്റ സബ്സെറ്റേ ഉള്ളൂ, അത് എം ടി സെറ്റ് തന്നെയാണ്. സോ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എം ടി സെറ്റ് 5 തന്നെയാണ്. ഇനി മറ്റൊരു ചോദ്യം വരാം, ഇഫ് എ ഈക്വൽ ടു 5 ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്നൊരു ചോദ്യം വരാം. എ എം ടി സെറ്റ് ആണെങ്കിൽ എക്ക് എത്ര സബ്സെറ്റുകളുണ്ട്, നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറ്റ സബ്സെറ്റേ ഉള്ളൂ, എം ടി സെറ്റിൻ്റെ സബ്സെറ്റ് എം ടി സെറ്റ് തന്നെയാണ്. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് 1 ആയിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1, ബി ഈക്വൽ ടു സെറ്റ് 1, 2, സി ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ബി എന്ന് പറയുന്ന സെറ്റും സി എന്ന് പറയുന്ന സെറ്റും എടുക്കുമ്പോൾ സെറ്റിനകത്ത് തന്നെ രണ്ട് സെറ്റുകൾ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സെറ്റ് 1 എന്ന് പറയുന്ന എന്ന് വരുന്ന സെറ്റുകൾ ബിക്കകത്തും സിക്കകത്തും തന്നിട്ടുണ്ട്. സെറ്റുകളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എ യൂണിയൻ ബി കണ്ടുപിടിക്കുക, ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കുക, എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക, സി മൈനസ് ബി കണ്ടുപിടിക്കുക. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഉള്ള മൊത്തം എലമെൻറ്റ്സ് എടുത്താൽ മതി, എ യൂണിയൻ ബി. അപ്പോൾ നമ്മൾ അതിനെ സെറ്റായിട്ട് എഴുതുമ്പോൾ എയ്ക്കകത്തുള്ള എലമെൻറ്റ് 1 ഉണ്ട്, ബിക്കകത്ത് എലമെൻറ്റ് സെറ്റ് 1. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1 എന്ന് പറയുന്ന നമ്പറാണ് എയിലുള്ളത്, ബിയിലുള്ളത് ഒരു എലമെൻറ്റ് സെറ്റ് 1 ആണ്. അപ്പോൾ 1ഉം സെറ്റ് 1ഉം രണ്ട് എലമെൻറ്റ്സ് ആണ്, രണ്ട് ഫോമാണ്. അതുകൊണ്ട് അത് രണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എ യൂണിയൻ ബി എടുക്കുമ്പോൾ 1, സെറ്റ് 1,
ദെൻ ബിയിലുള്ള അടുത്തൊരു എലമെൻറ്റ് 2, അതാണ് എ യൂണിയൻ ബി വരിക. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബിക്കും സിക്കുമുള്ള കോമൺ എലമെൻറ്റ്സ് ആണ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. സോ കോമൺ എലമെൻറ്റ്സ് 2 ഉണ്ട്, സെറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. സെറ്റ് 1, 2 എന്ന് എഴുതിയിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയ്ക്കും ബിക്കും ഉള്ള കോമൺ എലമെൻറ്റ്. എയ്ക്കും ബിക്കും അത് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ 1 ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ എയിലെ എലമെൻറ്റ് 1, എയിലെ നമ്പർ 1ഉം ബിക്കകത്ത് സെറ്റ് 1ഉമാണ്. അപ്പോൾ രണ്ട് ഫോമാണ്, അതുകൊണ്ട് കോമൺ അല്ല. എയ്ക്കും ബിക്കും കോമൺ ആയിട്ടൊന്നുമില്ല. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണ്. ദെൻ സി മൈനസ് ബി എന്ന് പറഞ്ഞാൽ സിയിലുണ്ട് ബിയിലില്ല. സിയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻറ്റ്സ് നോക്കുമ്പോൾ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ, അത് സെറ്റ് 1 ആണ്. അപ്പോൾ അത് സിയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അത് 3 ആണ് വരിക. 3 മാത്രമേ സിയിലുള്ളൂ, അത് ബിയിലില്ല. സോ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ 3. സോ സെറ്റ് 3 എന്ന് വരും, സിംഗിൾട്ടൺ സെറ്റ് 3. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആർ ഈസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യൂ ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, ദെൻ ആർ മൈനസ് ക്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും ക്യൂ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സും ആണെങ്കിൽ ആർ മൈനസ് ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സാണ്. സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. സോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സാണ്. അതിനെ നമ്മൾ സാധാരണ ടി എന്ന്, ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ ആൻഡ് എൻ ബിലോങ്സ് ടു എൻ. എന്ന് പറയും ക്യാപിറ്റൽ എന്ന് പറയും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്കറിയാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ദെൻ റൈറ്റ് ടു ബി ഇൻ റോസ്റ്റർ ഫോം. ബിയെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുക. റൈറ്റ് ടു ബി ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ, സോ കണ്ടീഷൻ പറയുന്നുണ്ട് എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ ആണ് ആൻഡ് എൻ ബിലോങ്സ് ടു എൻ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ നാച്ചുറൽ നമ്പർ എടുക്കാം. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 സ്ക്വയർ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എക്സ് 1നും 5നും ഇടയിലായിരിക്കണം. 1ഉം 5 ഉൾപ്പെടാം, 1നും 5നും ഇടയിൽ വരണം എന്നുള്ള കാര്യങ്ങൾ ഓർത്തണം. സോ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എൻ ഈക്വൽ ടു 1 എടുത്തപ്പോൾ 1 സ്ക്വയർ. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അത് ഈ പറഞ്ഞ കണ്ടീഷൻ 1നും 5നും ഇടയിലാണ്. 1ഉം 5 ഉൾപ്പെടാം, അപ്പോൾ 1 കിട്ടും. അപ്പോൾ എക്സ് ആദ്യത്തേത് എക്സിൻ്റെ വാല്യൂ 1 കിട്ടി. അടുത്ത നാച്ചുറൽ നമ്പർ എൻ ഈക്വൽ ടു 2 എടുക്കുക. എൻ ഈക്വൽ ടു 2 എടുക്കുമ്പോൾ 2 സ്ക്വയർ. സോ എക്സിൻ്റെ വാല്യൂ 2 സ്ക്വയർ എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 4, അതും ഈ പറഞ്ഞ 1നും 5നും ഇടയിലാണ്. സോ അപ്പോൾ എക്സ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. അടുത്ത എക്സിൻ്റെ വാല്യൂ കിട്ടും 4 ആണ്. അടുത്ത നാച്ചുറൽ നമ്പർ എൻ ഈക്വൽ ടു 3 എടുത്താൽ 3 സ്ക്വയർ 9 ആണ് വരിക. അത് ഈ പറഞ്ഞ 1നും 5നും ഇടയിലല്ല 9 വരിക. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എക്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ 2 എക്സ് വാല്യൂസ് ഇവിടെ വരത്തുള്ളൂ, 1ഉം 4ഉം. സോ സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് 1, 4 ആണ്. അടുത്ത് നമുക്കറിയാവുന്നതാണ് ഇഫ് എ സബ്സെറ്റ് ബി ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. അടുത്ത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യു ആണ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് വെൻ ഡയഗ്രത്തിൽ. അതാണ് പോർഷൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അത് ശരിക്കും എ മൈനസ് ബി തന്നെയാണ്. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ ഭാഗമാണ്. സോ എ മൈനസ് ബി ആണ് അത് വരിക. ഇനി ഇവിടെ വേറൊന്നും കൂടെ 5 കോംപ്ലിമെൻറ്റ്. 5യുടെ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സ് സെറ്റ് ആയിരിക്കും. യുവിൻ്റെ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് 5 ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് റേസ് ടു 4 ഈക്വൽ ടു 1. റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ എയിലേക്ക് വന്നാൽ എക്സ് സ്ക്വയർ 1 ആകുന്ന എക്സുകൾ, അതാണ് എ. സോ 2 എലമെൻറ്റ്സേ ഉള്ളൂ. എക്സ് സ്ക്വയർ 1 എടുക്കുക, 1 വരിക. 1ഉം -1നും മാത്രമേ സ്ക്വയർ 1 വരത്തുള്ളൂ. സോ എ എന്ന് പറയുന്നത് സെറ്റ് 1, -1 ആണ്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് റേസ് ടു 4 1 വരുന്ന എക്സുകൾ. അവിടെ 1ൻ്റെ 1 റേസ് ടു 4 1 വരും. അതുപോലെ -1 റേസ് ടു 4 1 വരും. അതുപോലെ ഐ റേസ് ടു 4 1 ആണ്. കോംപ്ലക്സ് നമ്പേഴ്സോട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഐ റേസ് ടു 4 1 ആണ്. അതുപോലെ -i റേസ് ടു 4 എടുത്താലും 1 ആണ്. സോ ബി എന്ന് പറയുന്നത് സെറ്റ് 1, -1, i, -i ആണ് വരിക. അടുത്ത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം ഡിവൈസർ ഓഫ് 12. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ and 2x plus 1 less than 10. C equal to set of all x such that mod x minus 5 equal to 7. Write A, B and C in roster form. So A എന്ന് പറയുന്നത് 12ൻ്റെ A എന്ന് പറയുന്ന സെറ്റിൽ x എന്ന് പറയുന്നത് 12ൻ്റെ പ്രൈം ഡിവൈസേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ഒക്കെ നമുക്കറിയാം. സോ 12ൻ്റെ പ്രൈം ഡിവൈസേഴ്സ് എന്ന് പറയുന്ന 2 നമ്പേഴ്സേ ഉള്ളൂ, 2ഉം 3ഉം. ഓക്കെ, അതായത് പ്രൈം നമ്പർ ആയിരിക്കണം, അത് 12നെ ഡിവൈഡ് ചെയ്യണം, അതാണല്ലോ പ്രൈം ഡിവൈസർ. സോ അങ്ങനെ വരുന്ന 2 നമ്പേഴ്സേ ഉള്ളൂ, 2ഉം 3ഉം. സോ എ എന്ന് പറയുന്ന സെറ്റ് 2, 3 ആണ്. ബി എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അതുപോലെ 2x plus 1 ലെസ് ദാൻ 10ഉം കൂടെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ നാച്ചുറൽ നമ്പർ എക്സ് ഈക്വൽ ടു 1 എടുത്താൽ 2 × 1 2 plus 1 3 ലെസ് ദാൻ 10 ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 1 നമുക്ക് എടുക്കാം. ബിയിലെ ഒരു എലമെൻറ്റ് 1 ആണെന്ന് എടുക്കാം.
അടുത്ത നാച്ചുറൽ നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ കണ്ടീഷനോട് നോക്കണം. 2 × 2 + 1. സോ 2 × 2 4, 4 + 1 5, 5 ലെസ് ദാൻ 10 ആണ്. അതുകൊണ്ട് തന്നെ 2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ നമുക്ക് അവിടെ എടുക്കാം. അടുത്ത നാച്ചുറൽ നമ്പർ 3 എടുത്തു കഴിഞ്ഞാൽ 2 × 3 6, 6 + 1 7, 7 ലെസ് ദാൻ 10 ആണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ നമ്പർ നമുക്ക് 3 അവിടെ എടുക്കാം. അടുത്ത നാച്ചുറൽ നമ്പർ 4 എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ 4 എടുത്താൽ 2 × 4 8, 8 + 1 9, 9 ലെസ് ദാൻ 10 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 എടുക്കാം. അടുത്ത നാച്ചുറൽ നമ്പർ നിങ്ങൾ എടുക്കാൻ പോയ 5 എടുത്തു കഴിഞ്ഞാൽ 2 × 5 10 + 1 11 കിട്ടും. അതൊരിക്കലും 10ൽ കുറവല്ല, 10ൽ കുറവല്ല. അതുകൊണ്ട് നമുക്ക് ആ നാച്ചുറൽ നമ്പർ എടുക്കേണ്ട കാര്യമില്ല. സോ ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ആണ് വരിക. സി എന്ന് പറയുന്ന സെറ്റ് mod x - 5 = 7 ആയിട്ടുള്ള എക്സുകളാണ് സി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ അവിടെ നമുക്ക് എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ -2 മോഡുലസ് ഓഫ് -2 - 5 മോഡുലസ് ഓഫ് -7, മോഡുലസ് ഓഫ് -7ൻ്റെ വാല്യൂ 7 ആണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് x = -2 നമുക്ക് അവിടെ എടുക്കാം. അതുപോലെ മറ്റൊരു നമ്പർ x = 12 എടുത്തു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് 12 - 5 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 7 എന്ന് കിട്ടും. ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും? അത് ഈക്വൽ ടു 7 തന്നെയാണ് വരിക. അപ്പോൾ അതും നമുക്ക് 2 നമ്പേഴ്സാണ് ഉള്ളത്, -2ഉം 12ഉമാണ് വരിക സി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ വെൻ ഡയഗ്രാം റൈറ്റ് യു എ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി. തന്നിരിക്കും യു എന്ന് പറയുന്ന യൂണിവേഴ്സ് സെറ്റാണെന്ന് നമുക്കറിയാം. ഒരു വെൻ ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം പടത്തിൽ. അപ്പോൾ ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് യു ഏതാണ്, എ ഏതാണ്, ബി ഏതാണെന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വെൻ ഡയഗ്രാം നോക്കുമ്പോൾ ഇത് മൊത്തമാണ് യു എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇതിലുള്ള മൊത്തം എടുത്ത് എഴുതി കഴിഞ്ഞാൽ, മൊത്തം എലമെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ അതാണ് യു എന്ന് പറയുന്ന സെറ്റ്. സോ യുവിലുള്ള മൊത്തം എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 മൊത്തം എഴുതുക. ഇതിനുള്ളിലുള്ള മൊത്തം എലമെൻറ്റ്സ് അതാണ് യു എന്ന് പറയുന്നത്. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 വരെയാണ് യു വരിക. അടുത്തായിട്ട് എ എന്ന് പറയുന്ന സെറ്റ് കൃത്യമായിട്ട് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയും ഭാഗമാണ് എ എന്ന് പറയുന്നത്. സോ അതിനുള്ളിലെ എലമെൻറ്റ്സ് 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്. അതാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് ഇത്രയും ഭാഗമാണ് ബി എന്ന് പറയുന്നത്. അതിനുള്ളിൽ എലമെൻറ്റ്സ് 2 3 4 5 11 ആണ് ബിയിലെ എലമെൻറ്റ്സ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഇൻ്റർസെക്ഷൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഭാഗം. അവിടെ 2 എലമെൻറ്റേ ഉള്ളൂ, 3ഉം 4ഉമാണ്. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റ് 3, 4 ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, എ യൂണിയൻ ബി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഉള്ള മൊത്തം എലമെൻറ്റ് എഴുതണം. സോ എക്കും ബിക്കകത്ത് മൊത്തം എലമെൻറ്റ് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ അത്രയും എലമെൻറ്റ്സാണ് എ യൂണിയൻ ബിക്കകത്ത് വരിക. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ, വെൻ ഡയഗ്രാം നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് പറയാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത് if A subset B represent A intersection B by Venn diagram. A intersection B A Venn diagram. A subset B എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. സോ A subset B ആണെങ്കിൽ B ആയിരിക്കും വലുത്, അതിനുള്ളിലായിരിക്കും A വരിക. സോ A intersection B എന്ന് പറഞ്ഞാൽ A subset B ആണെങ്കിൽ A intersection B എന്ന് പറയുന്നത് എന്തായിരിക്കും? A intersection B എന്ന് പറയുന്നത് A തന്നെയായിരിക്കും വരിക. സോ അപ്പോൾ A intersection B എന്ന് പറയുന്നത് A ആണ്. സോ A നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. ഇതാണ് വെൻ ഡയഗ്രത്തിൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if A and B are disjoint sets with n of A equal to 4, n of B equal to 2, then find n of A intersection B and n of A minus B. ഓക്കെ, എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ 2 സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ അതിന് ഇൻ്റർസെക്ഷൻ എംറ്റി സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ് കണ്ടീഷൻ. അതായത് എയ്ക്കും ബിക്കും കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല, അതാണ് കണ്ടീഷൻ. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എം ടി ആയിരിക്കും, കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ പോർഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, ബിയിലില്ല. അപ്പോൾ എയ്ക്കും ബിക്ക് കോമൺ ആയിട്ടുള്ള ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എ മൈനസ് ബി എന്ത് തന്നെ വരത്തുള്ളൂ? എ തന്നെ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അങ്ങനെയാണ് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി നമ്പർ 5 ആണ്. സോ എയും ബിയും ഡിസ്റ്റോയിൻ്റ് ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി 5 ആണ്. സോ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് 5 എന്ന് എഴുതാം. എം ടി സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെന്ന് നമുക്കറിയാം. സോ എൻ ഓഫ് 5യുടെ വാല്യൂ 0 ആയിരിക്കും. അടുത്ത എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എ മൈനസ് ബി എ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ബി മൈനസ് എ ആണെങ്കിലും ഈ കേസിൽ ബി മൈനസ് എ എന്ന് പറയുന്നത് ബി ആയിരിക്കും. സോ എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ എന്ന് കിട്ടും. എൻ ഓഫ് എയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, അത് എത്രയായിരുന്നു? 4 ആണ്. ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആ രീതിയിൽ നമുക്കത് ചെയ്യാം. അടുത്ത് A equal to set of all x such that x square equal to x, x belongs to R, write A in roster form. x square equal to x ആകുന്ന റിയൽ നമ്പേഴ്സ്, സ്ക്വയറും നമ്പറും സെയിം ആകുന്ന നമ്പേഴ്സ് ഏതൊക്കെ ഉള്ളൂ? 2 നമ്പറേ ഉള്ളൂ, 0യും 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് 0, 1 ആണ് വരിക. അടുത്ത സെറ്റ് ഓഫ് എക്സ് ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് സെറ്റ് 1 2 3 4 5 6 A equal to set of all x such that x belongs to x and 2x does not belongs to x, write A in roster form. ഇവിടെ കണ്ടീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എക്സിലെ എ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷനാണ് എക്സ് എടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ എക്സിൽ ഉണ്ടായിരിക്കണം, അതുപോലെ 2x എടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ എക്സിൽ കാണരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിലെ ഓരോ എലമെൻറ്റ് എടുക്കാം. ആദ്യത്തെ എലമെൻറ്റ് 1
1 ക്യാപിറ്റൽ എക്സിലുണ്ട്. പക്ഷേ 2 ഇൻറ്റു 1 എടുക്കുമ്പോൾ 2 ആണ് വരിക. പക്ഷേ 2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിൽ ഉണ്ട്. 2x ക്യാപിറ്റൽ എക്സിൽ കാണരുതെന്നാണ് നമ്മുടെ കണ്ടീഷൻ. പക്ഷേ 2 ക്യാപിറ്റൽ എക്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കത്തില്ല, 1 എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് എക്സിലെ എലമെൻറ്റ് ഞാൻ 2 എടുത്തു. എക്സിലെ എലമെൻറ്റ് 2 എടുക്കുമ്പോൾ 2 ക്യാപിറ്റൽ എക്സിലുണ്ട്. പക്ഷേ 2 ഇൻറ്റു 2 എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 4 അതും ക്യാപിറ്റൽ എക്സിലുണ്ട്. പക്ഷേ അത് ക്യാപിറ്റൽ എക്സ് കാണാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അതുകൊണ്ട് 2 നമുക്ക് 1 എടുക്കത്തില്ല, 2 എടുക്കത്തില്ല. അടുത്തത് എക്സിലെ എലമെൻറ്റ് ഞാൻ 3 എടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 2 ഇൻറ്റു 3 6 അത് ക്യാപിറ്റൽ എക്സിലുണ്ടോ? അതും ക്യാപിറ്റൽ എക്സിലുണ്ട്, കാണാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. സോ അതുകൊണ്ട് തന്നെ 3 നമുക്ക് എടുക്കത്തില്ല. അടുത്ത എക്സിലെ എലമെൻറ്റ് 4 എടുത്തു. 4 എടുക്കുമ്പോൾ 2 ഇൻറ്റു 4 8 അത് ക്യാപിറ്റൽ എക്സിൽ ഇല്ല. അപ്പോൾ ഈ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അത് ക്യാപിറ്റൽ എക്സിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 4 നമുക്ക് എടുക്കാം. അടുത്ത എലമെൻറ്റ് 5 ആണ്. 5 എടുക്കുമ്പോൾ 5 എടുക്കുമ്പോൾ 2 ഇൻറ്റു 5 10 അത് ക്യാപിറ്റൽ എക്സിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 5 നമുക്ക് എടുക്കാം. 6 എടുക്കുമ്പോൾ 6 ഇൻറ്റു 2 12 ആണ്, അത് ക്യാപിറ്റൽ എക്സിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 6 എടുക്കാം. സോ എ എന്ന് പറയുന്നത് 3 എലമെൻസേ ഉള്ളൂ, 4 5 6. അടുത്ത ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു, എക്സ് ലെസ് ദാൻ 5, റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ് എന്ന റെപ്രസെൻറ്റേഷൻ നമ്മൾ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് ഈസ് സെറ്റ് 0 1 2 3 എക്സെട്ര എന്നുള്ള ഓൾ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ ഡബ്ല്യു യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഒരു ഓൾ നമ്പറാണ്. 5-ൽ കുറവുള്ള ഓൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. 5-ൽ കുറവുള്ള ഓൾ നമ്പേഴ്സ് 0 1 2 3 4 വരെയാണ്. സോ അതാണ് സെറ്റ് എ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7, ദെൻ ഫൈൻഡ് എൻ ഓഫ് എ. എൻ ഓഫ് എ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ സെറ്റ് എ എന്നാണ് റോസ്റ്റർ ഫോമുല എ എന്ന് എഴുതാം. അപ്പം പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ നമ്പറാണ്, ലെസ് ദാൻ 5 ആൻഡ് ഗ്രേറ്റർ ദാൻ 7. 5-ൽ കുറവുമായിരിക്കണം, 7-ൽ കൂടുതലുമായിരിക്കണം. ആൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5-ൽ കുറവും 7-ൽ കൂടുതലുമായിട്ടുള്ള നാച്ചുറൽ നമ്പർ രണ്ടും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ഏതെങ്കിലും ഉണ്ടോ? 5-ൽ കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാകാം, 7-ൽ കൂടുതലുള്ള നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാകും. പക്ഷേ ഇത് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല, പോസിബിൾ അല്ല. സോ അത് ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന സെറ്റപ്പ് എം ടി ആണ്, എയിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അങ്ങനെയാണ് എൻ ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് 5. എൻ ഓഫ് 5യുടെ വാല്യൂ എന്തേ വരത്തുള്ളൂ? 0 എന്നേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെറ്റ് എന്ന് പറയുന്നതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.